ദേവന്മാർ പോലും മനുഷ്യനായിട്ട് ജനിക്കണം എന്നാണ് പ്രാർത്ഥിക്കുക. എത്രയോ വർഷത്തെ തപസ്സിന് ശേഷമാണ് മനുഷ്യൻ്റെ ജന്മം നമുക്ക് കിട്ടുക. അപ്പോൾ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ജന്മങ്ങൾ നിരവധിയുണ്ട് എന്ന് നമുക്കറിയാം. അതാണ് നേരെ ജ്ഞാനപ്പാനയിലൊക്കെ പറയുന്നത്. എത്രയോ വട്ടം പുഴുവായിട്ട് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ വന്ന് മനുഷ്യജന്മം കിട്ടുന്നു എന്ന് പറയും. അപ്പോൾ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജന്മമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കുന്ന, അത് മനുഷ്യനായിട്ടും ജനിക്കാം, നേരെ ചെയ്യുന്ന കർമ്മമനുസരിച്ചിട്ട് നേരെ വീണ്ടും അധപ്പതിക്കാന്നാണ്. അപ്പോൾ നേരെ മുകളിലേക്ക് കയറിയതായിരിക്കുന്ന ഒരാൾ നേരെ വഴി തെറ്റിക്കഴിഞ്ഞാൽ, കാല് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് വീഴും. അതേപോലെയാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതായിരിക്കുന്ന മനുഷ്യൻ്റെ ജന്മം നേരെ പാഴാക്കി കളയരുത്. വീണ്ടും താഴേക്കുള്ള പതർച്ച, താഴോട്ട് വീഴ്ച സ്വാഭാവികമാണ്. അപ്പോൾ അവസാനത്തെ ജന്മമാണ് മനുഷ്യൻ ജന്മം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നേരെ മനുഷ്യജന്മം കിട്ടിയാൽ മാത്രമേ, മനുഷ്യാവസ്ഥയിൽ മാത്രമേ മോക്ഷാവസ്ഥയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ദേവന്മാർ പോലും മനുഷ്യനായിട്ട് ജനിക്കണം എന്നാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ അതാ നേരെ ജ്ഞാനപ്പാനയിലൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നേരെ ഈ മനുഷ്യൻ പോലും, ദേവന്മാർ പോലും ഈ ഭാരതത്തിൽ വന്ന് ജനിക്കാനാണ് താല്പര്യം എന്ന് പറയും. അത് ഭാരതത്തിൽ ജനിക്കുമ്പോൾ അതിന് പ്രാധാന്യം കൂടും എന്നാണ് നമ്മൾ പുരാണങ്ങൾ പറയാം. ഭാരതത്തിലെ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ശ്രേഷ്ഠമാണ്. കാരണം എല്ലാ ശ്രേഷ്ഠകർമ്മങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് ഭാരതത്തിലാണ്, മറ്റ് തരത്തിൽ അതില്ല എന്ന്. അപ്പോൾ മനുഷ്യനായിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എത്രയോ വർഷത്തെ തപസ്സിന് ശേഷമാണ് മനുഷ്യൻ്റെ ജന്മം നമുക്ക് കിട്ടുക. അപ്പോൾ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ദശവിധങ്ങളായിരിക്കുന്ന പാപങ്ങൾ പലതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പാപങ്ങൾ പലതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം? വാഗ്മന കായവൃത്തിഭി എന്നാണ്. മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? മോക്ഷം കിട്ടണമെങ്കിൽ നേരെ എന്ത് വേണം എന്നുള്ള ഉദ്ധവൻ്റെ ചോദ്യത്തിന് ഭഗവാൻ നേരെ ഉത്തരം കൊടുക്കുന്നത് ഭാഗവതത്തിൽ 11 സ്കന്ധത്തിൽ ഉത്തരം കൊടുത്തത് എന്താണ്? വാഗ്മന കായവൃത്തിഭി എന്നാണ് പറയാം. വാക്ക്, മനസ്സ്, പ്രവൃത്തി, ഇത് നന്നായി കഴിഞ്ഞാൽ മോക്ഷം ഉറപ്പാണ് എന്നാണ്. അപ്പോൾ വാക്ക് നന്നാകണം, അതേപോലെ മനസ്സ് നന്നാകണം, പ്രവൃത്തി നന്നാകണം. അപ്പോൾ അതാണ് നേരെ ചെയ്യേണ്ട പ്രഥമ കാര്യങ്ങൾ. പാപകർമ്മങ്ങളിലേക്ക് വരുമ്പോഴാണെങ്കിലോ, പാപകർമ്മങ്ങളിലേക്ക് വരുന്നതാണ് നേരെ സുരാപാനം വെച്ചാൽ മദ്യപാനം. അത് പാപമായിട്ടാണ് വരിക. അപ്പോൾ മദ്യപാനം ചെയ്യുന്നതായിരിക്കുന്നവന് നേരെ മോക്ഷം കിട്ടില്ല, അവൻ വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മദ്യപാനം മാത്രമായി കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യനായിട്ട് ജനിച്ച് മദ്യപാന ആസക്തി മാറി അവൻ വീണ്ടും മനുഷ്യനായിട്ട് ജനിച്ച് വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് മോക്ഷത്തെ പ്രാപിക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ അഗമ്യാഗമനം എന്നതായിരിക്കുന്ന ഒരു പാപമുണ്ട്. അഗമ്യ വെച്ചാൽ ഗമിക്കാൻ പാടില്ലാത്തതായിരിക്കുന്ന സ്ത്രീകളെ ഗമിക്കുക, അതായത് മറ്റു സ്ത്രീകളുമായുള്ള സംസർഗമാണ്. അപ്പോൾ നേരെ സ്വന്തം ഭാര്യ അല്ലാത്തവരെ ഗമിക്കുന്നതാണ് അഗമ്യ എന്ന് പറയുന്നത്. അപ്പോൾ അഗമ്യയെ തന്നെ പലതരത്തിലുള്ളതായിരുന്ന വിഭാഗങ്ങൾ പറയും. അഗമ്യ എന്ന് പറഞ്ഞതാണ് അപ്പോൾ കൂടുതൽ പുരുഷന്മാരായിട്ട് ഇടപെടുന്നവരെ തന്നെ അങ്ങനെ പറയും. അഗമ്യകളിൽ പലവധി ഭാഗങ്ങളുണ്ട്. പുംസരി എന്നുണ്ട്, വേശ്യ എന്നുണ്ട്, മഹാവേശ്യ, അങ്ങനെയാണ് ഭാഗവതത്തിൽ അതിൻ്റെ നിർവചനങ്ങൾ വരിക. അപ്പോൾ അങ്ങനെയുള്ള അഗമ്യകളെ പ്രാപിക്കഴിഞ്ഞാൽ അത് പാപമായിട്ട് വരും, അവൻ വീണ്ടും താഴെ ജനിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വീണ്ടും നേരെ ജന്മം കിട്ടും. ആ ജന്മം ആരാണ്? ഒരുപക്ഷെ കുഷ്ഠരോഗിയായിട്ട് ജനിക്കും. വീണ്ടും അത് മനുഷ്യന്മാണല്ലോ, കുഷ്ഠരോഗിയായിട്ട് ജനിക്കുക, അതേപോലെ ജന്മ അന്ധനായിട്ട് ജനിക്കും. അപ്പോൾ വീണ്ടും അവന് അടുത്ത ജന്മത്തിൽ അതേപോലെ വരണമെന്നാണ്. അതേപോലെ പിന്നീട് നേരെ മദ്യപാനം, സുരാപാനം, പിന്നെ നേരെ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന കളവുകൾ. അപ്പോൾ നേരെ പശുക്കളെ വത്സസ്തേയം എന്ന് പറയും. അപ്പോൾ ഗോഹത്യ, ബ്രഹ്മഹത്യ തുടങ്ങിയിരിക്കുന്ന പാപങ്ങളുണ്ട്. അപ്പോൾ ഗോഹത്യ, ബ്രഹ്മഹത്യ എന്നുള്ള പാപങ്ങൾ ചെയ്തില്ലെങ്കിലും നമ്മളതിന് കൂട്ടു നിന്നാൽ മതി എന്നാണ് പറയാം.
പശുക്കളെ വളർത്തിയിട്ട് കൊല്ലാനായിട്ട് കൊടുത്തു കഴിഞ്ഞാലും അതും ഗോഹത്യ പാപത്തിന് തുല്യമാണ്. അതേപോലെ ബ്രഹ്മഹത്യ. അപ്പോൾ ബ്രാഹ്മണനെ കൊന്നില്ലെങ്കിലും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഈശ്വരകർമ്മങ്ങൾ ചെയ്യുന്നവൻ, അത് അധ്യാപകനാകാം, ഗുരുവാകാം. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ബ്രാഹ്മണനെ കൊന്നതിന് തുല്യമായുള്ള അവഹേളനം നടത്തി കഴിഞ്ഞാലും നേരെ ഇത് ബ്രഹ്മഹത്യാഭാവം വരും. പിന്നീട് നേരെ വരണതായിരിക്കുന്നത് നേരെ ഗുരുവിനെ നിന്ദിക്കുകയാണ്. അപ്പോൾ നേരെ അപ്പോൾ ആദ്യമായിട്ടുള്ള ഗുരുനിന്ദ, പിന്നെ ബ്രഹ്മഹത്യ, ഗുരുഹത്യ, ഗോഹത്യ, ബ്രഹ്മഹത്യ, പിന്നെ ഗുരുനിന്ദ എന്നുള്ള പാപമാണ്. അപ്പോൾ ഗുരുവിനെ നിന്ദിച്ചു കഴിഞ്ഞാൽ നേരെ അത് പാപമായിട്ടാണ് വരിക. അപ്പോൾ ആ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ പാപങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മനുഷ്യൻ ജന്മം നമുക്ക് തരും. അതേപോലെയാണ് നേരെ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന രൂപത്തിൽ വ്രതങ്ങളൊക്കെ ലംഘിക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് നേരെ വ്രതം ലംഘിക്കുമ്പോൾ ആ ലംഘിച്ചു കഴിഞ്ഞാൽ വീണ്ടും നേരെ വീണ്ടും മനുഷ്യൻ്റെ ജന്മം തന്നെയായിരിക്കും. പക്ഷെ അവർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ഒരു അവസരം കൊടുക്കേണ്ടതാണ് ഭഗവാനാണ്. അപ്പോൾ വ്രതം ചെയ്യുമ്പോൾ വ്രതം പൂർണ്ണമായിട്ട് നേരെ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ ഈ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേരെ ഉറങ്ങുക. അപ്പോൾ ആ വ്രതം ചെയ്യുമ്പോൾ പകൽ ഉറങ്ങരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ജന്മം കൂടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണ് വീണ്ടും മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാലും ചെയ്യുന്ന ആ പാപങ്ങളനുസരിച്ച് അത്തരത്തിൽ ദശവിധ പാപങ്ങളാണ്. അപ്പോൾ നേരെ വ്രത തെറ്റുക, അഭക്ഷ്യ ഭക്ഷണം എന്ന് പറയും, ഭക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണം. ഉദാഹരണത്തിന് ഒരു സാധാരണഗതിക്ക് ആളുകൾ മാംസം ഭക്ഷിക്കാറുണ്ട്. പക്ഷെ ചില മാംസങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്നാണ് വിധി. ഇപ്പോൾ വാനരൻ്റെ മാംസം, അതായത് ആ കുരങ്ങൻ്റെ മാംസം, അത് ഭക്ഷിക്കാൻ പാടില്ല എന്നാണ്. അതാണ് രാമായണത്തിൽ പറയുന്നത്, വാനര മാംസം അഭക്ഷ്യമെന്നോർക്കടോ എന്നാണ് രാമനോട് ബാലി പറയണത്. അപ്പോൾ വാനരൻ്റെ മാംസം, അതേപോലെ ചില ജീവജാലങ്ങളുടെ മാംസം ഭക്ഷിക്കാൻ പാടില്ല. അഭക്ഷ്യ ഭക്ഷണം, പഴയതായിരിക്കുന്ന ആ ഭക്ഷണങ്ങൾ അത് കഴിക്കാൻ പാടില്ല. വ്രതാനുഷ്ഠാനത്തിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അതിനോട് പകരം നേരെ അത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ അഭക്ഷ്യമായിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള ദശവിധ പാപങ്ങളാണുള്ളത്. അത് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നേരെ മോക്ഷപ്രാപ്തിക്ക് മുമ്പായിട്ട് ഇതിനെ കറക്റ്റ് ചെയ്യാനൊരു അവസരം തരും. അതിനാണ് നേരെ സാക്ഷാൽ മനുഷ്യനായിട്ട് വീണ്ടും ജനിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ജനിച്ചിട്ട് വീണ്ടും 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 അതേപോലെ തിരിച്ചു വരണം. അത് ചിലപ്പോൾ നമ്മൾ വയ്യാത്തതായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ശാപം നിമിത്തം നമുക്ക് ഏറ്റുകഴിഞ്ഞാൽ, അതിശക്തമായിരിക്കുന്ന ശാപം നിമിത്തം ഏറ്റുകഴിഞ്ഞാൽ എന്താണ്, നേരെ അത് വീണ്ടും താഴേക്കുള്ള ജന്മത്തിലേക്ക് പോകും, വീണ്ടും നേരെ തിരിച്ചു വരും. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കഥ തന്നെയുണ്ട് അതിന്. അപ്പോൾ ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമായിട്ട് പറയണതായിരിക്കുന്ന കഥയാണ് നൃഗമോക്ഷം എന്നാണ് പറയാം. അപ്പോൾ നൃഗമോക്ഷം എന്താണ്? നൃഗൻ എന്നുള്ളത് രാജാവാണ്, മനുഷ്യന്മാണ്. എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു മോക്ഷത്തിൻ്റെ പടിവാതിക്കൽ എത്തി നിന്നാളാണ്. ആ മോക്ഷത്തിൻ്റെ പടിവാതിക്കൽ എത്തി നിന്നപ്പോൾ എന്തായി, ആ സമയത്താണ് നേരെ പശുക്കളെ ഇങ്ങനെ ദാനം ചെയ്യുന്ന നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവ് നേരിട്ട് ദാനം ചെയ്യില്ല, രാജാവിനൊന്നും അറിയില്ല. ഭടന്മാരോട് പറയും ദാനം 1000 പശുക്കളെ ദാനം ചെയ്യാൻ പറയും. അങ്ങനെ അയച്ചു. പിന്നെ അടുത്ത ബ്രാഹ്മണൻ വന്നു, അയാൾക്കും കൊടുത്തു 1000 പശു. അപ്പോൾ ഒരു പശു ആദ്യം ദാനം കൊടുത്തതായിരുന്ന പശു കൂട്ടം തെറ്റിയിട്ട് തിരിച്ച് രാജാവിൻ്റെ ആലയിൽ വന്നു. അപ്പോൾ ചില പശുക്കൾ ആല മാറിക്കഴിഞ്ഞാൽ അതിന് കടപ്പുറക്കില്ല, നേരെ തിരിച്ച് പഴയ ആലയിലേക്ക് തിരിച്ചത്. അത് രാജാവിന് അറിയില്ലായിരുന്നു, അതേപോലെ രാജഭടന്മാർക്ക് അറിയില്ല. പക്ഷേ ആദ്യം കൊണ്ടുപോയ ബ്രാഹ്മണന് അറിയാം. രണ്ടാമത് കൊണ്ടുപോയ ബ്രാഹ്മണൻ ഈ പശുവിനെ കൊണ്ടുപോകുമ്പോൾ മറ്റേ ബ്രാഹ്മണൻ പറയും എൻ്റെ പശുവാണ് എന്ന് പറയും, അല്ല എനിക്ക് തന്നാണെന്ന് പറയും. അപ്പോൾ അത് നേരെ വലിയ പാപമായിട്ട് മാറിയെന്നാണ്. രാജാവിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്, ദത്താപഹരണം എന്നൊരു പാപം വന്നതാണ്. അപ്പോൾ കൊടുത്തതിനെ തിരിച്ചെടുക്കുക ഒരു പാപമാണ്. ഞാൻ ഒരാൾക്ക് നേരെ ഒരു വസ്തു കൊടുത്തു, സാധനം കൊടുത്തു, പിന്നെ അത് തിരിച്ചു മേടിച്ചു കഴിഞ്ഞാൽ പാപമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദത്താപഹരണം ഒരു പാപമാണ്. അപ്പോൾ ദത്താപഹരണത്തിൻ്റെ ആ പാപം എന്താണ്, മനുഷ്യനായിട്ട് രാജാവായിട്ട് ജനിച്ചാണെങ്കിൽ പോലും ആ ദത്താപഹരണം എന്നുള്ള പാപത്തിൻ്റെ ഫലമായിട്ട് നേരെ കുംഭീഭാഗം നരകത്തിൽ പോയി വീണ്ടും ഓന്തായിട്ട് ജനിച്ച് പിന്നെ ഭഗവാന്റെ കൈ കൊണ്ട് തൊട്ടപ്പോഴാണ് നേരെ പാപങ്ങളൊക്കെ തീർന്ന് നേരെ പോയതായിട്ടാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ജന്മം കിട്ടിയാൽ അൾട്ടിമേറ്റ് ജന്മമാണെങ്കിൽ പോലും ആ അൾട്ടിമേറ്റായിട്ട് കിട്ടുന്ന ജന്മം കിട്ടിക്കഴിഞ്ഞാൽ
നേരെ നമുക്ക് പിഴയ്ക്കാൻ പാടില്ല, നമ്മൾ ശുദ്ധമാകണം. അത് നേരെ നിരവധി കഥകളിലുണ്ട്. ഉദാഹരണത്തിന് ആ കഥ തന്നെയാണ് നേരെ വേറെ ഭാഗത്തും പറയാം. അത് സാക്ഷാൽ നേരെ ഭരതൻ്റെ കഥ പറയും, ഭരത യോഗീശ്വരൻ്റെ കഥ പറയും. ഭരതൻ യോഗീശ്വരനായിരുന്നു, മോക്ഷത്തിൻ്റെ പടിവാതിക്കലെത്തി. ഇനി അടുത്ത മോക്ഷമാണ്. അപ്പോൾ നേരെ ഭരതൻ ജനിച്ചിട്ട് എല്ലാ കർമ്മങ്ങളും ശുദ്ധകർമ്മം ഭരതൻ ഇനി മോക്ഷമാണ്. മോക്ഷത്തിൻ്റെ അടുത്തെത്തിയ സമയത്ത് എന്താണ്, ഗർഭിണിയായിരിക്കുന്ന ഒരു മാൻകുട്ടി പുഴയിലേക്ക് ചാടി. സിംഹത്തിൻ്റെ ആ ഗർജനം കേട്ടിട്ട് ഗർഭിണി ആയ മാൻകുട്ടി മാൻ ചാടി. അപ്പോൾ മാൻ നേരെ പ്രസവിച്ചു, പേടമാൻ അങ്ങോട്ട് പ്രസവിച്ചു. വയറ്റിൽ നിന്ന് കുട്ടി പോയി. മാൻ വെള്ളത്തിൽ മുങ്ങി ചകവും ചെയ്തു. പക്ഷേ കുട്ടി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ജീവന് വേണ്ടി തുടിച്ചു. അപ്പോൾ അത് കണ്ടു നിന്നതായിരിക്കുന്ന, അപ്പോൾ നെക്സ്റ്റ് മോക്ഷമാണ്, മോക്ഷത്തിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന മാളാണ്. അത് കണ്ടപ്പോൾ എന്ത് പറ്റി, നേരെ ആ കുട്ടിയെ രക്ഷിച്ച് തോളത്തെടുത്ത് കുട്ടിയെ ഇങ്ങനെ കൊണ്ടു നടന്ന് പോറ്റി എന്നാണ്. പോറ്റി കഴിഞ്ഞപ്പോഴെന്തായി, പിന്നീട് അതിനു വേണ്ടി നടപ്പോഴെന്തായി, പിന്നീട് നേരെ എന്തായി, മാനായിട്ട് ജനിച്ചു എന്നാണ്. മാനായിട്ട് ജനിച്ചിട്ട് പിന്നെ പശ്ചാത്താപം കൊണ്ട് നേരെ വന്നിട്ട് പിന്നീടാണ് നേരെ മോക്ഷപ്രാപ്തിയിലെത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും ശ്രേഷ്ഠമായിരിക്കുന്ന മോക്ഷത്തിൻ്റെ ആ ടിപ്പ് വരെ എത്തിയാൽ പോലും, മനുഷ്യജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ടിപ്പ് വരെ എത്തിയാൽ പോലും അതിൽ നിന്ന് ചെറിയൊരു സ്ലിപ്പ് മതി. ഭരതൻ എന്താ പറ്റിയത്, നേരെ ആസക്തി എന്നുള്ളൊരു ടിപ്പ് വന്നു. അപ്പോൾ മാൻകുട്ടി മരിച്ചു പോകും, അത് രക്ഷിച്ചിട്ട് നേരെ ഉപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ആസക്തനാകാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഏത് നല്ല കാര്യം നമ്മൾ ചെയ്താലും അതിനോട് ആസക്തി വന്നാൽ നമ്മൾ വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും. നമ്മൾ നേരെ ഒരാൾക്ക് ഒരു നല്ല കാര്യം ചെയ്തു, പിന്നെ വീണ്ടും ആസക്തനായാൽ നമ്മൾ വീണ്ടും ജനിക്കേണ്ടി. അപ്പോൾ കർമ്മത്തിൽ നിന്ന് ആസക്തി പാടില്ല എന്ന്. അപ്പോൾ ആസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യണം, അതാണ് ഗീതയിലും പറയാം. അപ്പോൾ നേരെ കർമ്മണ്യ വാധികാരസ്ഥ എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് മോക്ഷത്തിൻ്റെ തൊട്ട് അടുത്ത പടിവാതിക്കലെത്തിയാൽ പോലും ഒരു ചെറിയ സ്ലിപ്പ് മതി, വീണ്ടും നമ്മൾ ജനിച്ചെന്ന് വരും. അപ്പോൾ മനുഷ്യജന്മം അവസാനത്തെ ജന്മമാണ്, പക്ഷേ വീണ്ടും താഴേക്ക് പതിക്കാം, വീണ്ടും മനുഷ്യനായിട്ട് ജനിക്കാം. അപ്പോൾ ആ വീഴ്ച, നമ്മൾ ചെയ്യുന്ന കർമ്മം കൂടുതൽ നികൃഷ്ടാണെങ്കിലോ വീണ്ടും ഇതേപോലെ പോന്തായിട്ട് ജനിക്കും. എന്നിട്ട് വീണ്ടും പഴയ പോലെ കയറി വരണം എന്നാണ് പറയുന്നത്. അതാണ് നേരെ മനുഷ്യജന്മത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ജന്മമില്ല എന്ന് പറയും. പക്ഷേ ആ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈശ്വരൻ്റെ സംവിധാനത്തിൽ വെക്കണം, ഈശ്വര സന്നിധാനത്തിൽ മനുഷ്യജന്മത്തെ കൊണ്ട് വയ്ക്കണം. അതാണ് കഥകളിലൂടെയൊക്കെ തന്നെ പറയാം. അത് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നേരെ വീണ്ടും താഴ്ച ഉണ്ടാകും. അതാണ് നേരെ ഈ മോക്ഷത്തെക്കുറിച്ചിട്ടും മനുഷ്യജന്മത്തെക്കുറിച്ചും എടുത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്.